ഈ വർഷത്തെ SLC പബ്ലിക് പരീക്ഷയിൽ ഫുൾ A+ കിട്ടാനുള്ള ഒരു മോട്ടിവേഷൻ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോയിൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾക്കായി പല കാരണങ്ങൾ എന്തുകൊണ്ട് ഈ വർഷത്തെ പബ്ലിക് പരീക്ഷയിൽ ഫുൾ A+ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം, മാക്സിമം നിങ്ങൾ പോരാടണം എന്നതിലുള്ള പല കാരണങ്ങളും ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കും. അതിൽ ഏതെങ്കിലും ഒരു കാരണം നിങ്ങളുടെ മൈൻഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ വീഡിയോ അവിടെ പോസ് ചെയ്യുക, വീഡിയോ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം. കാരണം കിട്ടി സർ, ഞാൻ ഫുൾ A+ വാങ്ങിച്ചോളാം. അതവിടെ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കണം. അപ്പോൾ ഓരോരോ കാരണങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും തൊട്ടി കാരണങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഏറ്റവും തൊട്ടിയും സിമ്പിളായിട്ടുള്ള കാരണങ്ങൾ? 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിലും ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചൊക്കെ കിട്ടുള്ളൂ എന്ന് എല്ലാവരും നിങ്ങളോട് പറയാറുണ്ടല്ലോ. അത് തീർച്ചയായും സത്യമാണ്. ഇൻഫാക്ട് ഫുൾ A+ കിട്ടിയവർക്ക് വരെ അവരുദ്ദേശിക്കുന്ന സ്കൂളിൽ അവരുദ്ദേശിക്കുന്ന എന്താണ് ബ്രാഞ്ചിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഫുൾ A+ ഇല്ലാണ്ട് സ്കൂളിൽ പോയിട്ട് ആ ബ്രാഞ്ച് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു റീസൺ ആയിരിക്കും നിങ്ങളുടെ +1 +2. അപ്പോൾ അതുപോലെ അതിനുശേഷമുള്ള നിങ്ങളുടെ പഠനത്തെ എഫക്റ്റ് ചെയ്യുന്ന റീസൺ ആയിരിക്കും. സോ അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പേടി, ഓയോ +1 എനിക്ക് നല്ല ബ്രാഞ്ച് നല്ല സ്കൂളിൽ കിട്ടണം, എനിക്ക് A+ കിട്ടിയാലേ കിട്ടുള്ളൂ എന്നൊരു പേടി ഉണ്ടെങ്കിൽ നല്ലൊരു കാരണമാണ് നിങ്ങൾ ഇവിടെ വീഡിയോ നിർത്തുക. ആ ഒരു ഒറ്റ കാരണം മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ A+ നേടാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മനസ്സിനുള്ളിൽ കൊണ്ട് നടക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ നിർത്താം. ഇനി ഇത് പോരാ സാർ, അഡ്മിഷനൊക്കെ നല്ല കാര്യം, പക്ഷെ ഇതൊന്നും പോരാ സാർ, കുറച്ചും കൂടി കുറച്ച് അടിപൊളി പവർഫുൾ ആയിട്ടുള്ള കാരണങ്ങൾ വരട്ടെ. മക്കളെ, നിങ്ങൾ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഈ വർഷമൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് വരെ ആവാം, നിങ്ങളോട് ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും നിന്നെ കൊണ്ടൊന്നും പറ്റൂല, ഫുൾ A+ ഒന്നും നീ നോക്കണം, നീ എങ്ങനെ ഒന്ന് പാസ്സായാൽ മതി, നിന്നെ കൊണ്ടൊക്കെ അത്രേ പറ്റുള്ളൂ. അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കി പറഞ്ഞിട്ടുണ്ടാവും, നീയൊക്കെ എന്തെങ്കിലും കാണിക്കും, നീയൊക്കെ വല്ല കൂലിപ്പണിക്കൊക്കെ പോകാൻ നിനക്ക് പറ്റുള്ളൂ, വേറൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ചിലപ്പം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെ നിങ്ങളുടെ ചിലപ്പോൾ റിലേറ്റീവ്സ് ആണ്, ഏതെങ്കിലും ഒരു ആൻറ്റിയോ ഒരു അങ്കിളൊക്കെ ഉണ്ടാവും അങ്ങനെ വെറുപ്പിക്കൽ, നീയെ വല്ലതും കിട്ടുമോ, A ഗ്രേഡ് വല്ലതും കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലുണ്ടായേക്കാം. അവർക്കൊക്കെ ഒരു മറുപടി ആയിരിക്കും നിങ്ങളുടെ ഈ വർഷത്തെ ആ ഫുൾ A+. നിങ്ങൾ കുറേ ഡയലോഗ് അടിക്കേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ പരീക്ഷ അടിപൊളിയായിട്ട് എഴുതുക. നിങ്ങൾ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും എക്സാമിനർ തരുന്നുണ്ട് ഫുൾ A+ വാങ്ങാൻ വേണ്ടിയില്ല. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പരീക്ഷ അടിപൊളിയായിട്ട് എഴുതുക, റിസൾട്ട് വരിക, നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളെ ആ കുറ്റം പറഞ്ഞവരെന്തായാലും അവർക്കൊരു രസമായിരിക്കും നിങ്ങൾക്ക് ഗ്രേഡ് കുറയുന്നത്. അവർ പ്രഡിക്റ്റ് ചെയ്ത കാര്യം സത്യമാണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരെന്തായാലും എങ്ങനെയും നിങ്ങളുടെ റിസൾട്ട് അവർ അന്വേഷിച്ച് വരും. അപ്പം കുറേ ഡയലോഗ് അടിക്കണ്ട, ഒരു വാട്സാപ്പിൽ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി. അപ്പോൾ നിങ്ങൾക്ക് ഈ നാട്ടുകാർ എന്ന് പറയല്ലേ, അവരോട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് യുവർ ബെസ്റ്റ് ചാൻസ്. കുറേ ഡയലോഗ് ഒന്നിൻ്റെ ആവശ്യമില്ല, ഒരൊറ്റ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് ആ മറുപടി അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ആ ഒരു കാരണം മതി. നിങ്ങൾക്ക് അങ്ങനെ ഒരു റീസൺ ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം മനസ്സിൽ കണ്ട ആ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് നോക്കിയാൽ അവരെ വിഷമിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ ആലോചിക്കണ്ട. നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു ഫീലില്ലേ, ആ ഫീലിനെ പറ്റി ആ ദിവസം മനസ്സിൽ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ആ ദിവസത്തിന് വേണ്ടി പഠിക്കാം, മതി. ഇവിടെ നിങ്ങളുടെ റീസൺ തീരുന്നുണ്ടെങ്കിൽ, മോട്ടിവേഷൻ കിട്ടിയെങ്കിൽ വീഡിയോ നിർത്തുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്താണ് കമൻറ്റ് ചെയ്യേണ്ടത്? സാർ കാരണം കിട്ടി, ഞാൻ ഫുൾ A+ വാങ്ങും. ഇനി ഇതും പോരാ സാർ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ആരുടെ റിവെഞ്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല. മക്കളെ, നിങ്ങൾ ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ കാലം മുതൽ നിങ്ങളുടെ പേരൻസിനുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടാവും, വലിയൊരു പ്രതീക്ഷ ഉണ്ടാവും. അത് നിങ്ങൾ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, അതൊക്കെ കുറച്ച് പേർക്കുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ല, എല്ലാവർക്കും നിങ്ങൾ ഡോക്ടർ ആക്കണം, പ്രത്യേകിച്ച് ഈ കാലത്തും അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അതായത് നിങ്ങളുടെ സ്കൂളിലൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ടൊക്കെ പഠിക്കണം, നല്ല ഗ്രേഡൊക്കെ കിട്ടണം, സ്കൂളിലെ ടീച്ചേഴ്സിനെ കാണാൻ പോകുമ്പോൾ അവർ നിങ്ങളെ പറ്റി നല്ല അഭിപ്രായം പറയണം, അങ്ങനെ കുറച്ച് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ സ്കൂളിൽ വിടുന്നത് അവർ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്ന് അവർ നിങ്ങളെ ഒരു 10-12 വർഷം നിങ്ങൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്നതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ കഷ്ടപ്പെടുന്നത്. അവർക്ക് എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് ഭയങ്കര വലിയ രസകരമായുള്ള കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടാവില്ല. അവർ നോക്കുമ്പോൾ അവരെപ്പോഴും നിങ്ങളിലേക്കാണ് നോക്കുക, അവരുടെ എന്തെങ്കിലും ലൈഫിൽ രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ജയിക്കുന്ന ഒരു കണക്കിന് ഈ ഒരു 12 വർഷമെങ്കിലും, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 12 വർഷമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പൊ തൽക്കാലം അതിൽ 10 വർഷം ആവാനായി. നിങ്ങൾ ആലോചിച്ചു, 10 വർഷം ആവാനായി. അവർക്ക് ചെറിയൊരു ആഗ്രഹങ്ങളുണ്ടാവും, അവരുടെ മകന് അല്ലെ മകൾക്ക്
ഈ SSLC പരീക്ഷയിൽ അവരുടെ മകനും അല്ലെ അവരുടെ മകൾക്കും എന്താണ് ഒരു ഫുൾ A+ നേടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം എന്താണ്? അവർക്ക് പേഴ്സണലായിട്ട് വലിയ സന്തോഷം കിട്ടും. നിങ്ങളുടെ മുഖത്തിലെ സന്തോഷം കാണുമ്പോൾ പിന്നെ അവർക്ക് എന്താണ് അവർക്ക് അവരുടേതായ ഫ്രണ്ട്സും അവരുടെ റിലേറ്റീവ്സും ഒക്കെ അവരോട് ഒന്ന് ചോദിക്കുമല്ലോ, മോൻ എന്താണ് അല്ലെ, അവരോടാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് എന്താ അഭിമാനപൂർവ്വം ഇങ്ങനെ പറയാം, എൻ്റെ മോൾക്ക് ഫുൾ A+ ആണ്, അല്ലെ എൻ്റെ മോന് ഫുൾ A+ ആണ്, അവന് ഒരു A+ പോലും നഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഇമോഷൻ അത് നിങ്ങൾക്കൊരിക്കലും വരില്ല. നിങ്ങൾക്കുണ്ടാവുന്നതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും അവർക്കത് പറയുമ്പോൾ. കാരണം നീ ആലോചിച്ച് നോക്കുക, അവർ 10 വർഷം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ A+ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, തീർച്ചയായിട്ടും എന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ അതൊരു സന്തോഷം തന്നെയാണ്. ആ സന്തോഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറേ ഒന്നും മനസ്സിലാവും, എനിക്കും മനസ്സിലാവണമെന്നില്ല. പക്ഷെ നെവർലെസ് ആ സന്തോഷം എപ്പോഴും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഗിഫ്റ്റാണ്. ആക്ച്വലി വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, ഏറ്റവും ചെറിയ കാര്യമാണ്. നിങ്ങൾ എന്തായാലും അവർ നന്നായിട്ട് ഇതുവരെ പഠിപ്പിച്ചു. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം എക്സാമിനറിൻ്റെ ബാച്ചിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ട്യൂഷനോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ നല്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ചെറിയൊരു സമ്മാനമായിരിക്കും ഈ വർഷത്തെ ഫുൾ A+. ഏറ്റവും ഈസി ആയുള്ള സമ്മാനമാണ്. അല്ലാണ്ട് ഭയങ്കര വലിയ എൻട്രൻസ് എക്സാമിൽ ഫസ്റ്റ് റാങ്കോ IAS ആവണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ഈ ഒരു ഫുൾ A+ വാങ്ങിച്ചു കൊടുക്കുക, അത് വലിയൊരു സന്തോഷം. ഈ ഒരു പ്രായത്തിൽ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ പക്ഷെ ഏറ്റവും സന്തോഷം ഉളവാക്കുന്ന ഒരു ഗിഫ്റ്റായിരിക്കും. അത് നിങ്ങൾ ചെയ്യാം. ഇനി അത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസം കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച്, ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച്, അല്ലെ ഫോൺ എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ പേരൻസ് മിക്കവാറും ഉണ്ടാവും, അല്ലെ മിക്കവാറും നിങ്ങളുടെ പേരൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീലോഡ് ചെയ്യേണ്ടി വരും കുറേ പ്രാവശ്യം. കാരണം റിസൾട്ട് വരുന്ന ആ സൈറ്റ് എന്താണ് സ്റ്റക്കായി കളിക്കുക, റീലോഡ് ചെയ്ത് കുറേ സമയം ഇങ്ങനെ പോകും. അല്ല, പക്ഷേ നിങ്ങൾ അപ്പോഴും ഉറപ്പിച്ചോ, നിങ്ങളെക്കാളും ഇൻട്രസ്റ്റ് നിങ്ങളുടെ പേരൻസിനായിരിക്കും. അവരിങ്ങനെ അവിടെ നിന്ന് വിട്ടുപോകില്ല. നിങ്ങൾ ചിലപ്പോൾ പിന്നെ നോക്കാറ്, പക്ഷേ അവർ പറയും നമുക്ക് ഇരിക്കുക അവിടെ നോക്കാമെന്ന് പറയും. എന്നിട്ട് നിങ്ങളുടെ ID ഒക്കെ അടിച്ചു കൊടുത്ത് നിങ്ങൾ എൻ്റർ ഞെക്കിയിട്ട് ഒരു സ്കോർ കാർഡ് വരും. ആ സ്കോർ കാർഡ് ആലോചിച്ച് നോക്കും മക്കളെ, ഫുൾ A+ മാത്രമേ ഉള്ളൂ. എല്ലാ സബ്ജക്റ്റും A+. ഇതിങ്ങനെ വായിച്ച് വരുമ്പോൾ നിങ്ങൾ ആ നിമിഷം എന്ത് ചെയ്യരുതെന്ന് അറിയാം. നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അവിടേക്ക് നോക്കരുത്. ആ ഫുൾ A+ കണ്ടു ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ഫോണിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെടുത്ത് മാറ്റി നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ പേരൻസിൻ്റെ മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അവരുടെ ആ മുഖങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇത്രയും നാളെടുത്ത ഈ കഷ്ടപ്പാട് ഇറ്റ് വിൽ ഓൾ ബി വർത്ത് ഇറ്റ്. അപ്പോഴായിരിക്കും ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളെടുത്ത കഷ്ടപ്പാടൊന്നും ഒന്നുമില്ലാതെ തോന്നും. കാരണം അത്രയും നിങ്ങൾക്ക് സന്തോഷം തരാൻ പോകുന്ന 2 മുഖങ്ങളായിരിക്കും നിങ്ങൾ സൈഡിൽ കാണാൻ പോകുന്നത്. ആ ഒരു ദിവസം നിങ്ങൾ മനസ്സിൽ കണ്ട് അവർക്ക് ഉണ്ടാകുന്ന സ്നേഹവും അതുവഴി ആ സമയം നിങ്ങളുടെ ഒരു ഫാമിലി ആണെങ്കിൽ ആ ഫാമിലി എല്ലാവരും കൂടി പങ്കിടാൻ പോകുന്ന ആ ഒരു സ്നേഹം, ആ ഒരു ദിവസം, ആ ഒരു സന്തോഷം, അത് മനസ്സിൽ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചോളൂ. ഇതിൽ കൂടുതൽ കാരണങ്ങൾ എനിക്കല്ല വേറെ ആർക്കും തരാൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇതിലേതെങ്കിലും ഒന്നോ അല്ലെ ഒന്നിൽ കൂടുതലോ കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും തട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്നിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി ഒരു മോട്ടിവേഷൻ വീഡിയോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ കൂടുതൽ മോട്ടിവേഷൻ്റെ ആവശ്യം ഒരു സാധാരണ മനുഷ്യനില്ല. അതുകൊണ്ട് ഇനി മിക്കവാറും എൻ്റെ വക ഒരു മോട്ടിവേഷൻ വീഡിയോ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് പബ്ലിക് എക്സാം കഴിയുന്നവരെ കിട്ടേണ്ടിടത്തോളം മോട്ടിവേഷൻ ഈ 3 കാരണങ്ങളിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. അതേതാണെന്ന് കണ്ടുപിടിക്കുക. ആ കാരണം മനസ്സിൽ കണ്ട്, ആ ദിവസം മനസ്സിൽ കണ്ട് എന്ത് ചെയ്യുക, പോരാടാൻ റെഡിയാവാം. എക്സാമിനർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ആ ഒരു പ്രോമിസോടെ ഈ വീഡിയോ ഞാൻ അവസാനിക്കണം.